ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാഗി നൂഡിൽസിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന മസാല. അത് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ റെഡിയാക്കുമ്പോൾ ഇതിനകത്ത് മറ്റ് പ്രിസർവേറ്റീവ്സോ മറ്റ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കൊരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഉലുവ 1/2 ടീസ്പൂൺ. ഇത് അധികം കൂടാതെ നോക്കണം, കാരണം ഇത് കഴിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ. ഈ 3 പൊടികളാണ് ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത്. ഗാർലിക് പൗഡറും ഒനിയൻ പൗഡറും ജിഞ്ചർ പൗഡറൊക്കെ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിതിവിടെ ഉണ്ടാക്കിയതാണ്. ഇത് 2 സവാളയും 2 ബൾബ് വെളുത്തുള്ളിയും കൂടെ പൊടി നന്നായിട്ട് ഒരു 2-3 ദിവസം വെയിലത്ത് നന്നായിട്ട് ഉണക്കിയിട്ട് നമുക്ക് നന്നാക്കി പൊടിച്ചെടുത്തതാണ് ഇത്. രണ്ടും കൂടെ ആയതുകൊണ്ട് ഒരു 3 ടീസ്പൂൺ ഞാനിത് ചേർക്കുന്നുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ 2 ദിവസം കൊണ്ട് നമുക്കിത് നന്നാക്കി ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് ജിഞ്ചർ പൗഡർ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ചുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം ആ ചുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതും അധികം വേണ്ട, 1 ടീസ്പൂണ് മതി. ഞാനൊരു 1/2 ടീസ്പൂൺ സിനമൺ പട്ടയുടെ പൊടി ചേർക്കുന്നുണ്ട്. ഇത് വളരെ കുറച്ച് മതി. ഗരം മസാല ഒക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ നമ്മളിത് വളരെ കുറച്ച് മതി. ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര 1.5 ടേബിൾ സ്പൂണാണ് ഞാനിതിലേക്ക് ഇടുന്നത്. ഇനി അതുപോലെ തന്നെ കോൺഫ്ലവർ. നമ്മൾ ഈ പൗഡറിനൊരു കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നമ്മളത് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ കൊഴുപ്പൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കോൺഫ്ലവർ ചേർക്കുന്നത്. ഇത് 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു മസാല വീട്ടിൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തോട്ട് ഈ മസാല കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് വരും. നൂഡിൽസിൻ്റെ ഒരു മസാലയുടെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഉപ്പുമാവിനൊക്കെ വേറൊരു ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ പാസ്ത ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ആംചൂർ പൗഡർ ചേർക്കുന്നത് ഞാൻ നേരത്തെ ചേർക്കാൻ വേണ്ടി മറന്നു പോയതായിരുന്നു. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നൂഡിൽസിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.